ഗുഡ് മോർണിംഗ്. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ നമുക്ക് പഠിക്കാനുള്ളത് സിഫർ ബ്ലോക്ക് മോഡ്സ് ഓഫ് ഓപ്പറേഷൻസ് ആണ്. അപ്പോൾ സിഫർ ബ്ലോക്ക് മോഡ്സ് ഓഫ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് അറ്റ് എ ടൈമിൽ വൺ ബ്ലോക്ക് ഓഫ് ഡാറ്റനെ പ്രോസസ്സ് ചെയ്യുന്ന ടെക്നിക്കാണ് ബ്ലോക്ക് ഓപ്പറേഷൻ എന്ന് പറയുക. അതായത് ഒരു സമയത്ത് ഒരു ബ്ലോക്ക് ഓഫ് ഡാറ്റ, ഒരു കൂട്ടം ഡാറ്റനെ മാത്രം എന്ത് ചെയ്യുക, പ്രോസസ്സ് ചെയ്യുക. അപ്പോൾ ഒരു കംപ്ലീറ്റ് പ്ലെയിൻ ടെക്സ്റ്റിന് എന്താക്കി മാറ്റും. അപ്പോൾ വലിയൊരു ടെക്സ്റ്റാണ് നമ്മളെ കയ്യിലുള്ളത്, ഒരു മെസ്സേജാണ്. അപ്പോൾ അതിനെ ചെറിയ ചെറിയ ഡിഫറെൻറ്റ് ബ്ലോക്സ് ആക്കിയിട്ട് മാറ്റിയിട്ട് എന്ത് ചെയ്യുക, ഓരോ ബ്ലോക്സിനും എന്ത് ചെയ്യുക, പ്രോസസ്സ് ചെയ്യുക. അതിനെയാണ് ബ്ലോക്ക് മോഡ്സ് ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുക. ഫോർ ഡിഫറെൻറ്റ് അൽഗോരിതംസ് ദർ ആർ ഡിഫറെൻറ്റ് ബ്ലോക്ക് സൈസ്. ഓരോ അൽഗോരിതത്തിനും ബ്ലോക്ക് സൈസ് എടുക്കുന്നത് എന്തായിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ പലതിനും, അതായത് ഇപ്പോൾ ചില അൽഗോരിതത്തിന് ചെറിയ ബ്ലോക്ക് സൈസ് ആയിരിക്കും, വേറെ അൽഗോരിതത്തിന് അത് ഒരു മീഡിയം സൈസ് അല്ലെങ്കിൽ കുറച്ച് ലാർജ് സൈസിൻ്റെ ബ്ലോക്സ് ആയിട്ടായിരിക്കും എന്ത് ചെയ്യുക, എക്സിക്യൂഷൻ നടക്കുക. അപ്പോൾ ഓരോ അൽഗോരിതത്തിനും ഡിഫറെൻറ്റ് ബ്ലോക്ക് സൈസാണ് എടുക്കുക. അതേപോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓപ്പറേഷൻസ് ഉണ്ട്, മോഡ്സ് ഓഫ് ഓപ്പറേഷൻസ് ഉണ്ട്. ഇങ്ങനെ ഈ ഒരു ബ്ലോക്ക് ലെവൽ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ദർ ആർ ഡിഫറെൻറ്റ് മോഡ്സ് ടു കൺവേർട്ട് പ്ലെയിൻ ടെക്സ്റ്റ് ഇൻ ടു സിഫർ ടെക്സ്റ്റ്. അപ്പോൾ 5 മോഡ്സ് ഓഫ് ഓപ്പറേഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? ഇലക്ട്രോണിക് കോഡ് ബുക്ക് മോഡ് ECB, സിഫർ ബ്ലോക്ക് ചെയിനിങ് മോഡ് CBC, ഔട്ട്പുട്ട് ഫീഡ്ബാക്ക് മോഡ് OFB, സിഫർ ഫീഡ്ബാക്ക് മോഡ് CFB, കൗണ്ടർ മോഡ്. ഇങ്ങനെ 5 മോഡ്സ് ഓഫ് ഓപ്പറേഷൻസ് ആണ് സിഫർ ബ്ലോക്ക് മോഡ്സ് ഓഫ് ഓപ്പറേഷനിൽ നമ്മൾ എടുത്ത് പറയുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് ഓരോ ഓപ്പറേഷൻസും നമുക്ക് പഠിക്കാം. അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് ഇലക്ട്രോണിക് കോഡ് ബുക്ക് മോഡ്. ഇലക്ട്രോണിക് കോഡ് ബുക്ക് മോഡ് എന്ന് പറഞ്ഞാൽ ECB, ഷോർട്ടായിട്ട് നമുക്ക് ECB എന്ന് പറയാം. ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള മെത്തേഡാണ് ഇലക്ട്രോണിക് കോഡ് ബുക്ക് മോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രോണിക് കോഡ് ബുക്ക് മോഡിൽ ഫസ്റ്റ് നോക്കുക, പ്ലെയിൻ ടെക്സ്റ്റ് വന്നു P1. പ്ലെയിൻ ടെക്സ്റ്റിന് എന്ത് ചെയ്തു, എൻക്രിപ്റ്റ് ചെയ്തു. എൻക്രിപ്ഷന് വേണ്ടിയിട്ട് K എന്നുള്ളൊരു കീ യൂസ് ചെയ്തു. അതിലൂടെ നമുക്ക് എന്ത് കിട്ടി, സിഫർ ടെക്സ്റ്റ് C1 കിട്ടി. ഇതാണ് ഒരു ബ്ലോക്കിനെയാണ് നമ്മൾ ഈ എക്സിക്യൂട്ട് ചെയ്തത്. ആദ്യം വലിയൊരു പ്ലെയിൻ ടെക്സ്റ്റിന് നമ്മൾ ഡിഫറെൻറ്റ് ബ്ലോക്സ് ആക്കി മാറ്റി, P1 P2 എക്സെട്ര PN വരെ. പിന്നെ ഓരോ ബ്ലോക്കിനും നമ്മൾ എന്ത് ചെയ്യണം, പ്രോസസ്സ് ചെയ്യണം. അപ്പോൾ പ്ലെയിൻ ടെക്സ്റ്റ് P1 എൻക്രിപ്ഷൻ K യൂസ് ചെയ്തു. എല്ലാത്തിലും ഒരേ കീ ആണ് യൂസ് ചെയ്തത്. നോക്കുക, K1 K2 എന്നല്ലല്ലോ, എല്ലാം K ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് എന്ത് ചെയ്തു, സിഫർ ടെക്സ്റ്റ് C1 പ്രൊഡ്യൂസ് ചെയ്തു. അടുത്തത് പ്ലെയിൻ ടെക്സ്റ്റ് P2 എടുത്തു. അതിൽ കീ അപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്തു, അതിന് എൻക്രിപ്ഷൻ നടത്തി സിഫർ ടെക്സ്റ്റ് C2 പ്രൊഡ്യൂസ് ചെയ്തു. പിന്നെ അങ്ങനെ പോയിട്ട് നമ്മൾ ലാസ്റ്റ് പ്ലെയിൻ ടെക്സ്റ്റ് ഏതാണ്, പ്ലെയിൻ ടെക്സ്റ്റ് PN K യൂസ് ചെയ്തിട്ട് എൻക്രിപ്റ്റ് ചെയ്തു. സിഫർ ടെക്സ്റ്റ് CN നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇലക്ട്രോണിക് കോഡ് ബുക്ക് മോഡ് ഓപ്പറേഷൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പ്ലെയിൻ ടെക്സ്റ്റിനെ ഡിഫറെൻറ്റ് ബ്ലോക്സ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യുക. ഓരോ ബ്ലോക്കിനും K എന്നുള്ള കീ യൂസ് ചെയ്തിട്ട് എൻക്രിപ്റ്റ് ചെയ്തിട്ട് സിഫർ ടെക്സ്റ്റിന് എന്ത് ചെയ്യും, പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത് 128 ബിറ്റ് ലെങ്ത്തിലുള്ള പ്ലെയിൻ ടെക്സ്റ്റിന് നമുക്ക്, അതായത് 128 ബിറ്റ് എന്നുള്ള മൊത്തം ലെങ്ത്ത് അതാണ്. അപ്പോൾ അതിനെ നമുക്ക് ഡിഫറെൻറ്റ് ബ്ലോക്സ് ആക്കിയിട്ട് എന്ത് ചെയ്യാം, കട്ട് ചെയ്യാം ഈ പ്ലെയിൻ ടെക്സ്റ്റിന്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ബ്ലോക്ക് സൈസ് എടുക്കുന്നത് 64 സൈസിലുള്ള ബ്ലോക്കാണ് എടുത്തത്. ഒരു 64, പിന്നെ അടുത്ത 64, അങ്ങനെ. അപ്പോൾ ഫസ്റ്റ് 64 നോക്കുക, ഫസ്റ്റ് ബ്ലോക്ക് 1 ആണ്. അപ്പോൾ അത് P1 ആണ്, പ്ലെയിൻ ടെക്സ്റ്റ് P1. അതിലൂടെ നമുക്ക് എന്ത് കിട്ടും, എൻക്രിപ്റ്റ് ചെയ്താൽ നമുക്ക് C1 കിട്ടും, ഫസ്റ്റ് ബ്ലോക്ക് ഓഫ് സിഫർ ടെക്സ്റ്റ് കിട്ടും. പിന്നെ രണ്ടാമത്തെ 64 ബ്ലോക്ക് 2, അത് പ്ലെയിൻ ടെക്സ്റ്റ് 2. അതിലൂടെ നമുക്ക് എൻക്രിപ്റ്റ് ചെയ്താൽ സിഫർ ടെക്സ്റ്റ് 2 കിട്ടും. അപ്പോൾ ഇതിനെ രണ്ടിനെയും കമ്പൈൻ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഫൈനൽ സിഫർ ടെക്സ്റ്റ് കിട്ടും. നമ്മൾ ടോട്ടൽ പ്ലെയിൻ ടെക്സ്റ്റിനെ എൻക്രിപ്റ്റ് ചെയ്ത് കിട്ടിയ ഫൈനൽ സിഫർ ടെക്സ്റ്റ് നമുക്ക് ഈ രണ്ട് ബ്ലോക്കിനെയും കമ്പൈൻ ചെയ്താൽ കിട്ടും. ഇതിൻ്റെ നേരെ ആയിരിക്കും നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഡീക്രിപ്ഷൻ ഓപ്പറേഷൻ നടക്കുക. അതായത് C1 നിന്ന് ഡീക്രിപ്ഷൻ K എന്നുള്ള കീ അപ്ലൈ ചെയ്ത് ഡീക്രിപ്ഷൻ നടത്തിയാൽ പ്ലെയിൻ ടെക്സ്റ്റ് P1 കിട്ടും. അതേപോലെ സിഫർ ടെക്സ്റ്റ് C2ൽ K എന്നുള്ള ഡീക്രിപ്ഷൻ നടത്തിയാൽ, കീ കൊടുത്തിട്ട് ഡീക്രിപ്ഷൻ നടത്തിയാൽ
പ്ലെയിൻ ടെക്സ്റ്റ് P2 കിട്ടും. അങ്ങനെ ആ പ്ലെയിൻ ടെക്സ്റ്റ് മൊത്തം നമുക്ക് ലാസ്റ്റ് കമ്പൈൻ ചെയ്താൽ എന്തായിരുന്നു സെൻഡർ അയച്ചിരുന്ന മെസ്സേജ് എന്ന് ആർക്ക് മനസ്സിലാക്കാൻ പറ്റും? റിസീവർക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിൻ്റെ നേരെ റിവേഴ്സ് ഓർഡർ ഡീക്രിപ്ഷൻ പ്രോസസ്സ് നടക്കും. അപ്പോൾ അടുത്ത മോഡ് ഓഫ് ഓപ്പറേഷനാണ് സിഫർ ബ്ലോക്ക് ചെയിനിങ് മോഡ് CBC എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന സിഫർ ടെക്സ്റ്റ് ഉണ്ടല്ലോ, ഓരോ പ്ലെയിൻ ടെക്സ്റ്റ് ബ്ലോക്കും എൻക്രിപ്റ്റ് ചെയ്ത് കിട്ടുന്ന സിഫർ ടെക്സ്റ്റ് ആണ് അടുത്ത ബ്ലോക്കിലേക്കുള്ള ഇൻപുട്ടായിട്ട് പോകുന്നത്. നോക്കുക, ദ ഇൻപുട്ട് ടു ദ എൻക്രിപ്ഷൻ അൽഗോരിതം ഈസ് ദ എക്സോർ ഓഫ് ദ കറൻറ്റ് പ്ലെയിൻ ടെക്സ്റ്റ് ബ്ലോക്ക്. അത് ഫസ്റ്റ് കാര്യമാണ് പറഞ്ഞത്. ഫസ്റ്റ് നമ്മൾ പ്ലെയിൻ ടെക്സ്റ്റിനെ എക്സോർ ചെയ്തതാണ് നമ്മൾ ഇൻപുട്ട്. പിന്നെന്താണ്? ആൻഡ് ദ പ്രിസീഡിങ് സിഫർ ടെക്സ്റ്റ് ബ്ലോക്ക്. അപ്പോൾ നോക്കുക, ഫസ്റ്റ് ഇപ്പോൾ നമ്മൾ P1 വന്നു, ഡയഗ്രാം നോക്കുക കേട്ടോ. P1 വന്നു. നമ്മൾ IV എന്ന് പറയുന്നത് ഒരു ഇനീഷ്യലൈസേഷൻ വെക്റ്ററാണ്. അതായത് ഒരു എക്സിക്യൂഷൻ തുടങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും വാല്യൂ ഒക്കെ കൊടുക്കേണ്ടി വരും. അങ്ങനെ നമ്മൾ എടുക്കുന്ന ഒരു വാല്യൂവിന് പറയുന്ന പേരാണ് ഇനീഷ്യലൈസേഷൻ വെക്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പ്ലെയിൻ ടെക്സ്റ്റും ഇനീഷ്യലൈസേഷൻ വെക്റ്ററും തമ്മിൽ എക്സോർ ചെയ്ത് എന്ത് ചെയ്യും? കിട്ടുന്ന വാല്യൂവിനെ കീ യൂസ് ചെയ്തിട്ട് എൻക്രിപ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് C1 കിട്ടും. ഫസ്റ്റ് ബ്ലോക്കിൻ്റെ സിഫർ ടെക്സ്റ്റ് കിട്ടി. ആ C1ഉം നെക്സ്റ്റ് P2 നെക്സ്റ്റ് പ്ലെയിൻ ടെക്സ്റ്റ് ബ്ലോക്കും തമ്മിൽ എക്സോർ ചെയ്ത് അതിനെ എൻക്രിപ്റ്റ് ചെയ്യും. കീ യൂസ് ചെയ്തിട്ട് എൻക്രിപ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് C2 കിട്ടും. ആ C2 ആണ് അടുത്ത P3യിലേക്ക് എക്സോർ ചെയ്യാൻ വേണ്ടിയിട്ട് പോണത്. അപ്പോൾ P3 എന്ന് പറഞ്ഞ പ്ലെയിൻ ടെക്സ്റ്റും അതിൻ്റെ മുന്നേ പ്രിസീഡിങ് സ്റ്റെപ്പിൽ നമുക്ക് കിട്ടിയ സിഫർ ബ്ലോക്കും C2 തമ്മിൽ എക്സോർ ചെയ്ത് കിട്ടുന്ന വാല്യൂ കീ യൂസ് ചെയ്തിട്ട് എൻക്രിപ്റ്റ് ചെയ്തിട്ട് C3 കിട്ടും. അങ്ങനെയാണ് പോകുന്നത്. അതായത് പ്ലെയിൻ ടെക്സ്റ്റും സ്റ്റാർട്ടിങ്ങിൽ വരുന്നത് പ്ലെയിൻ ടെക്സ്റ്റും ഇനീഷ്യലൈസേഷനും വെക്റ്ററും തമ്മിലുള്ള എക്സോറാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോ ബ്ലോക്കിലെയും നമുക്ക് കിട്ടുന്ന സിഫർ ടെക്സ്റ്റും ആ ബ്ലോക്കിലെ പ്ലെയിൻ ടെക്സ്റ്റും തമ്മിൽ എക്സോർ ചെയ്ത വാല്യൂ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതിലേക്ക് എൻക്രിപ്ഷന് വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതിലും ശ്രദ്ധിക്കുക, എല്ലാത്തിലും ഓരോ ബ്ലോക്കിലും നമ്മൾ യൂസ് ചെയ്യുന്നത് സെയിം കീ ആണ്. ദ സെയിം കീ ഈസ് യൂസ്ഡ് ഫോർ ഈച്ച് ബ്ലോക്ക്. അപ്പോൾ അതിൻ്റെ ഡയഗ്രമാണ് നമ്മൾ കണ്ടത്. പിന്നെ സിഫർ ടെക്സ്റ്റ്, ദ സിഫർ ടെക്സ്റ്റ് ഓഫ് ഫസ്റ്റ് ബ്ലോക്ക് ഈസ് എക്സോർഡ് വിത്ത് പ്ലെയിൻ ടെക്സ്റ്റ് ഓഫ് നെക്സ്റ്റ് ബ്ലോക്ക് ടു എൻക്രിപ്റ്റ് ആൻഡ് പ്രൊഡ്യൂസ് C2. അങ്ങനെയല്ലേ ചെയ്തത്? അതായത് ഫസ്റ്റ് ബ്ലോക്കിലെ സിഫർ ടെക്സ്റ്റ് എടുത്തിട്ട് സെക്കൻഡ് ബ്ലോക്കിലേക്കുള്ള പ്ലെയിൻ ടെക്സ്റ്റും ഈ ഫസ്റ്റ് ബ്ലോക്കിലെ സിഫർ ടെക്സ്റ്റും തമ്മിൽ എക്സോർ ചെയ്തിട്ട് നമുക്ക് എൻക്രിപ്ഷൻ നടത്തിയിട്ട് എന്ത് കിട്ടും? C2 എന്നുള്ള സിഫർ ടെക്സ്റ്റ് ആണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് എൻക്രിപ്ഷനിൽ നമ്മൾ യൂസ് ചെയ്യുക ഒരു ഇനീഷ്യലൈസേഷൻ വെക്റ്റർ യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു IV. അത് പ്ലെയിൻ ടെക്സ്റ്റുമായിട്ട് എക്സോർ ചെയ്തിട്ടുള്ള സിഫർ ടെക്സ്റ്റാണ് നമുക്ക് ഫസ്റ്റത്തെ ബ്ലോക്കിൽ കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിളാണ് നമ്മളിവിടെ താഴെ കൊടുത്തിട്ടുള്ളത്. പ്ലെയിൻ ടെക്സ്റ്റ് 64 ബിറ്റ് ആണെങ്കിൽ സിഫർ ടെക്സ്റ്റ് എത്ര ആയിരിക്കും? 64 ബിറ്റ് തന്നെ ആയിരിക്കും. അത് നമ്മൾ മുന്നേ പഠിച്ചതാണല്ലേ. എത്രയാണോ നമ്മൾ പ്ലെയിൻ ടെക്സ്റ്റ് വാല്യൂ കൊടുക്കുന്നത് അതേ ബിറ്റിലായിരിക്കും നമുക്ക് സിഫർ ടെക്സ്റ്റും കിട്ടുക എന്ന് നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ പ്ലെയിൻ ടെക്സ്റ്റ് 64 ബിറ്റ് ആണെങ്കിൽ സിഫർ ടെക്സ്റ്റും 64 ബിറ്റാണ്. ഇനീഷ്യലൈസേഷൻ വെക്റ്ററും എത്രയാണ്? 64 ബിറ്റാണ്. അപ്പോൾ എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുക? P1 പ്ലസ് ലാസ്റ്റ് P1 പ്ലസ് P2 പ്ലസ് P3 എക്സെട്ര Pn ഗിവ്സ് C1 പ്ലസ് C2 പ്ലസ് C3 എക്സെട്ര Cn അല്ലേ. ഈ കംപ്ലീറ്റ് ബ്ലോക്കുകളെയും പ്ലെയിൻ ടെക്സ്റ്റിനെയും കൂട്ടിച്ചേർത്താൽ നമുക്ക് ഒറിജിനൽ പ്ലെയിൻ ടെക്സ്റ്റായി. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? ഓരോ ബ്ലോക്ക് സിഫർ ടെക്സ്റ്റ് C1 C2 എന്നുള്ള സിഫർ ടെക്സ്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് അതിനെല്ലാം കൂടെ കമ്പൈൻ ചെയ്താൽ നമുക്ക് വേണ്ട സിഫർ ടെക്സ്റ്റായിട്ട് മാറും. അപ്പോൾ ഇതിൻ്റെ ഡീക്രിപ്ഷനാണ് പിന്നെ അടുത്ത് കൊടുത്തിട്ടുള്ള ഡയഗ്രാം. ഡീക്രിപ്ഷന് നമ്മൾ എന്താ യൂസ് ചെയ്യുക? സിഫർ ടെക്സ്റ്റാണ് യൂസ് ചെയ്യുക. അപ്പോൾ C1 K യൂസ് ചെയ്തിട്ട് ഡീക്രിപ്റ്റ് ചെയ്ത് എക്സോർ ഇനീഷ്യലൈസേഷൻ വെക്റ്ററും ഈ ഡീക്രിപ്റ്റ് ചെയ്ത വാല്യൂം തമ്മിൽ എക്സോർ ചെയ്തപ്പോൾ നമുക്ക് പ്ലെയിൻ ടെക്സ്റ്റ് P1 കിട്ടി. പിന്നെ ഈ C1നെയാണ് നമ്മൾ പ്ലെയിൻ ടെക്സ്റ്റ് P2മായിട്ട് എക്സോർ ചെയ്ത് ഡീക്രിപ്റ്റ് ചെയ്തപ്പോൾ ഡീക്രിപ്റ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? P2 കിട്ടും. C2 എന്നുള്ള P2 കിട്ടും. അങ്ങനെ നമ്മൾ ലാസ്റ്റ് വരെ പോയി കംപ്ലീറ്റ് P1 P2 എക്സെട്ര Pn അതിനെ മൊത്തം കമ്പൈൻ ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? നമുക്ക് പ്ലെയിൻ ടെക്സ്റ്റ് കിട്ടും. സെൻഡർ അയച്ച മെസ്സേജ് റിസീവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ഡീക്രിപ്ഷൻ നടക്കുന്നത്. ഒന്നുകൂടി പറയാം. സിഫർ ടെക്സ്റ്റ് C1 എടുത്തു, കീ അപ്ലൈ ചെയ്തു, ഡീക്രിപ്റ്റ് ചെയ്തു.
ഇനീഷ്യലൈസേഷൻ വെക്റ്ററും ഈ ഡീക്രിപ്റ്റ് ചെയ്ത വാല്യൂം തമ്മിൽ എക്സോർ ചെയ്താൽ നമുക്ക് P1 കിട്ടും. ഫസ്റ്റ് പ്ലെയിൻ ടെക്സ്റ്റായി. പിന്നെ C1നെ അപ്പുറത്തെ ബ്ലോക്കിലേക്ക് എടുക്കുകയാണ്. അപ്പോൾ C2 എടുത്തു, രണ്ടാമത്തെ സിഫർ ടെക്സ്റ്റ് എടുത്തു, കീ യൂസ് ചെയ്ത് ഡീക്രിപ്റ്റ് ചെയ്തു. ഈ C2വും നമ്മൾ ഈ C1ഉം തമ്മിൽ C2 ഡീക്രിപ്റ്റ് ചെയ്ത് കിട്ടിയ വാല്യൂവും C1ഉം തമ്മിൽ എക്സോർ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് P2 നെക്സ്റ്റ് ബ്ലോക്കായി. അതിനടുത്തയിലേക്ക് C3യിലേക്ക് എടുക്കും. ഈ കിട്ടിയ P2നെ നമുക്ക് P2നെ അല്ല, പിന്നെ നമുക്ക് ഈ കിട്ടിയ C2നെ നമുക്ക് നെക്സ്റ്റ് ബ്ലോക്കിലേക്ക് എടുക്കാം, C3യിലേക്ക് എടുക്കാം. ലാസ്റ്റ് വന്നിട്ട് എന്താവും, C1 K യൂസ് ചെയ്തിട്ട് CN K യൂസ് ചെയ്തിട്ട് ഡീക്രിപ്റ്റ് ചെയ്യും. അതും അതിൻ്റെ തൊട്ട് മുന്നേ കിട്ടിയ സിഫർ ടെക്സ്റ്റും തമ്മിൽ എക്സോർ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, PN കിട്ടും. അപ്പോൾ ഇങ്ങനെ ടോട്ടൽ കിട്ടും. അപ്പോൾ ഇതിൽ നമുക്ക് ഇനീഷ്യലൈസേഷൻ വെക്റ്ററിനെ കുറിച്ച് മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇനീഷ്യലൈസേഷൻ വെക്റ്റർ എന്ന് പറയുന്നത് സെൻഡറും റിസീവറും അറിഞ്ഞിരിക്കേണ്ട ഒരു വാല്യൂ ആയിരിക്കണം. അതായത് നമുക്കൊരു പ്രോസസ്സ് തുടങ്ങാൻ വേണ്ടിയിട്ട് നമ്മളതിനെ, അതായത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു വാല്യൂ എടുക്കുകയാണ്. അതാണ് ഇനീഷ്യലൈസേഷൻ വെക്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അത് സെൻഡറും അറിയണം, റിസീവറും അറിയണം. കാരണം എൻക്രിപ്റ്റ് ചെയ്യാനും ആ വാല്യൂ യൂസ് ചെയ്യുന്നുണ്ട്, ഡീക്രിപ്റ്റ് ചെയ്യാനും ആ വാല്യൂ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് രണ്ടുപേരും അറിയണം. പിന്നെ അത് സെക്യൂർഡ് ആയിരിക്കണം, അതിന് സെക്യൂരിറ്റി വേണം, അതെല്ലാവർക്കും അറിയുന്ന രീതിയിലായിരിക്കരുത്. പിന്നെ ഒപ്പോണൻ്റ് ഇനീഷ്യലൈസേഷൻ വെക്റ്റർ ചേഞ്ച് ചെയ്താൽ അതിൻ്റെ കറസ്പോണ്ടിങ്ങിലും വാല്യൂസിലും എന്ത് ചെയ്യും, ചേഞ്ചസ് വരും. അപ്പോൾ ഇഫ് ദ ഒപ്പോണൻറ്റ് ചേഞ്ചസ് ദ IV, ദ കറസ്പോണ്ടിങ് ബിറ്റ്സ് ഓഫ് ദ റിസീവർ പ്ലെയിൻ ടെക്സ്റ്റ് ഗെറ്റ്സ് ചേഞ്ച്ഡ്. അപ്പോൾ അത് കിട്ടുന്ന ആൾക്കും എന്ത് ചെയ്യും, അതിൽ ആ വാല്യൂവിൽ ചേഞ്ച് വരും. കാരണം ഈ IV യൂസ് ചെയ്യുന്നത് സ്റ്റാർട്ടിങ് തന്നെയാണ്. അപ്പോൾ അവിടെ എന്തെങ്കിലും ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്ന എല്ലാ വാല്യൂസിലും ഈ ചേഞ്ച് വരും. അപ്പോൾ ഒറിജിനൽ മെസ്സേജ് ആയിരിക്കില്ല റിസീവറിലേക്ക് കിട്ടുക. ഇപ്പോൾ റിസീവറും സെൻഡറും മനസ്സിലാക്കി വെച്ചൊരു ഇനീഷ്യലൈസേഷൻ വെക്റ്റർ ഉണ്ട്. പക്ഷേ റിസീവർ അറിയിക്കാതെ സെൻഡർ ഇനീഷ്യലൈസേഷൻ വെക്റ്ററിൽ എന്തെങ്കിലും മാറ്റം വരുത്തി മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഒറിജിനൽ മെസ്സേജ് ആയിരിക്കില്ല ആർക്ക് കിട്ടുക, റിസീവർക്ക് കിട്ടുക. കാരണം അയാൾ ഡീക്രിപ്റ്റ് ചെയ്യാൻ നോക്കുന്നത് വേറൊരു ഇനീഷ്യലൈസേഷൻ വെക്റ്റർ യൂസ് ചെയ്തിട്ടായിരിക്കും. സെൻഡർ പെട്ടെന്നത് മാറ്റിയത് ഇയാൾ അറിഞ്ഞിട്ടില്ല എങ്കിൽ അപ്പോഴും അവിടെ എന്ത് വരും, അവിടെ ഒരു ഇൻകൺസിസ്റ്റൻസി വരും. അപ്പോൾ അത്രയും സെക്യൂർ ആയിട്ട് രണ്ടുപേരും അറിഞ്ഞിരിക്കേണ്ട ഒരു വാല്യൂ ആണ് ഇനീഷ്യലൈസേഷൻ വെക്റ്റർ എന്ന് പറയുന്നത്. ഇതാണ് രണ്ടാമത്തെ മോഡ് ഓഫ് ഓപ്പറേഷൻ, സിഫർ ബ്ലോക്ക് ചെയിനിങ് മോഡ്. മൂന്നാമതായിട്ട് നമുക്കുള്ള ബ്ലോക്ക് ഓഫ് മോഡ് ഓഫ് ഓപ്പറേഷൻ ആണ് ഔട്ട്പുട്ട് ഫീഡ്ബാക്ക് മോഡ്. അപ്പോൾ നോക്കുക, ഒരു സമയത്ത് ബിറ്റ്സിനെ പ്രോസസ്സ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഔട്ട്പുട്ട് ഫീഡ്ബാക്ക് മോഡ് എന്ന് പറയുക. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നത് ബിറ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ബിറ്റിൽ നിന്ന് കുറച്ച് ബിറ്റുകൾ മാത്രം എടുത്തിട്ട് എന്ത് ചെയ്യാം, പ്രോസസ്സ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ 8 ബിറ്റ്സിനെയാണ് കൺസിഡർ ചെയ്യുന്നത്. നമ്മളിവിടെ എടുത്ത എക്സാമ്പിൾ ടോട്ടൽ 64 ബിറ്റ്സാണ് ഉള്ളത്. അതിൽ നിന്ന് 8 ബിറ്റ്സിന് എന്ത് ചെയ്യാണ്, കൺസിഡർ ചെയ്യണം. അപ്പോൾ ബിറ്റ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് 8 ബിറ്റാണ് നമ്മൾ എക്സാമ്പിളിൽ. അപ്പോൾ ഡയഗ്രാം നോക്കുക, ഒരു IV ഉണ്ട്, ഇനീഷ്യലൈസേഷൻ വെക്റ്റർ. അതിലൂടെ എന്ത് ചെയ്യും, 64 ബിറ്റ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്തു. ഷിഫ്റ്റ് രജിസ്റ്ററിൽ വന്നിട്ട് 64 ബിറ്റും 64 മൈനസ് എസ്, അതായത് ഈ 8 ബിറ്റ് 64ന്ന് മൈനസ് ചെയ്തിട്ടുണ്ടാവുന്ന ബാക്കി ബിറ്റുകളും പിന്നെ ബാക്കി ബിറ്റ്സും. അതായത് 64 മൈനസ് എസ് എന്ന് പറയുന്നത് നമ്മളിവിടെ ആയിട്ട് എടുക്കുന്നത് 8 ബിറ്റാണ്. അപ്പോൾ ടോട്ടൽ 64 ബിറ്റിൽ നിന്ന് 8 ബിറ്റ് മൈനസ് ചെയ്തത് എത്ര ഉണ്ടാവും, അതൊരു സെക്ഷൻ. ഈ ബിറ്റ് ഉണ്ടാവില്ല, ഈ 8 ബിറ്റുകൾ, അതൊരു സെക്ഷൻ ആക്കിയിട്ട് രണ്ടാക്കി മാറ്റി. അപ്പോൾ അതിലൂടെ നമുക്ക് എന്ത് കിട്ടി, ഒരു 64 ബിറ്റ് വാല്യൂ നമ്മൾ ഈ ഒരു രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്തു. അതിന് കെ യൂസ് ചെയ്തിട്ട് എൻക്രിപ്റ്റ് ചെയ്തു. വീണ്ടും അതിനെന്ത് ചെയ്തു, അതിലുള്ള ബിറ്റുകളെ സെലക്ട് ചെയ്തു. 64 മൈനസ് ബിറ്റുകളെ ഡിസ്കാർഡ് ചെയ്തു. ഇവിടെ എന്ന് പറയുന്നത് 8, അപ്പോൾ 8 ബിറ്റുകളെ സെലക്ട് ചെയ്തു. ബാക്കി 64 മൈനസ് 8 ബിറ്റുകൾ എന്ത് ചെയ്തു, നമ്മൾ ഡിസ്കാർഡ് ചെയ്തു. അതിനെ നമ്മൾ പ്ലെയിൻ ടെക്സ്റ്റിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ച ബിറ്റും ഇങ്ങനെ നമുക്ക് എൻക്രിപ്റ്റ് ചെയ്ത് കിട്ടിയ ബിറ്റ്സും തമ്മിൽ എക്സോർ ചെയ്ത് കിട്ടുന്നതാണ് ഫസ്റ്റ് C1 എന്ന് പറയുന്നത്. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ആദ്യം നമ്മൾ പ്ലെയിൻ ടെക്സ്റ്റ് ഇനീഷ്യലൈസേഷൻ വെക്റ്ററിലൂടെ നമ്മളൊരു 64 ബിറ്റ് ജനറേറ്റ് ചെയ്തു. ആ 64 ബിറ്റ് ഷിഫ്റ്റ് രജിസ്റ്ററിൽ ഇട്ടിട്ട് 2 സെക്ഷനാക്കി മാറ്റി. 8 ബിറ്റും ബാക്കി 8 ബിറ്റ് ഒഴികെയുള്ള ബാക്കി ബിറ്റും അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഷിഫ്റ്റ് രജിസ്റ്ററിലൂടെ 64 ബിറ്റിനെ നമ്മൾ വീണ്ടും
ജനറേറ്റ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, കീ യൂസ് ചെയ്തിട്ട് എൻക്രിപ്ഷൻ നടത്തി. എൻക്രിപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള പ്രോസസ്സാണ് അതിലെ എൻക്രിപ്ഷൻ ചെയ്ത് കിട്ടിയ 64 ബിറ്റിലെ യെസ് ബിറ്റുകളെ മാത്രം സെലക്ട് ചെയ്തു, 8 ബിറ്റുകളെ മാത്രം സെലക്ട് ചെയ്തു. ബാക്കിയുള്ള ബിറ്റുകളൊക്കെ ഡിസ്കാർഡ് ചെയ്തു, ഒഴിവാക്കി. ആ കിട്ടിയ 8 ബിറ്റുകളും നമ്മൾ പ്ലെയിൻ ടെക്സ്റ്റിൽ നിന്ന് നമ്മൾ എസ് ബിറ്റാക്കി മാറ്റിയ 8 ബിറ്റുകളും തമ്മിൽ എക്സോർ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ഫസ്റ്റ് വാല്യൂ ആണ് C1 എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത ബ്ലോക്കിലേക്ക് പോകുന്ന ഇൻപുട്ട് എന്താണ്? ഇവിടെ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ച യെസ് ബിറ്റ്സ് ഏതിലേക്ക് പോകുന്നുണ്ട്? അടുത്ത ബ്ലോക്കിലേക്കുള്ള ഷിഫ്റ്റ് രജിസ്റ്ററിലേക്ക് പോകുന്നുണ്ട്. അതാണ് ആരോ കാണിച്ചത്. 64 അവിടെ എന്ത് ചെയ്യും? 64 മൈനസ് എസ്സും എസ് ബിറ്റ്സും തമ്മിൽ ഷിഫ്റ്റ് രജിസ്റ്ററിൽ പ്രോസസ്സ് ചെയ്യും. എന്നിട്ട് ഒരു 64 ബിറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യും. കെ യൂസ് ചെയ്തിട്ട് വീണ്ടും എൻക്രിപ്ഷൻ നടത്തും. പിന്നെയും എന്ത് ചെയ്യാണ്? 8 ബിറ്റുകളെ എസ് ബിറ്റുകളെ മാത്രം സെലക്ട് ചെയ്യും. ഈ ബാക്കി ബിറ്റുകളെല്ലാം ഡിസ്കാർഡ് ചെയ്യും. ഈ പ്ലെയിൻ ടെക്സ്റ്റിൽ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ച എസ് ബിറ്റും ഈ കിട്ടിയ എസ് ബിറ്റും തമ്മിൽ എക്സോർ ചെയ്താൽ നമുക്ക് C2 കിട്ടും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഔട്ട്പുട്ട് ഫീഡ്ബാക്ക് മോഡ് ഓപ്പറേഷൻ വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കാം നമുക്ക്. ദ IV ഈസ് ഗിവൺ വിത്ത് 64 ബിറ്റ്. 64 ബിറ്റാണ് നമ്മൾ IV വെച്ച് തുടങ്ങിയത്. ദ ഷിഫ്റ്റ് രജിസ്റ്റർ സ്പ്ലിറ്റ്സ് ഇറ്റ് ഇൻറ്റു 64 മൈനസ് എക്സ്. ഷിഫ്റ്റ് രജിസ്റ്ററിൽ അതിനെ എന്ത് ചെയ്യും? രണ്ടാക്കി സ്പ്ലിറ്റ് ചെയ്യും. ഒന്ന് 64 മൈനസ് എസ്സും പിന്നെ എസ് ബിറ്റുമായിട്ട്. വിച്ച് ഈസ് ദെൻ എൻക്രിപ്റ്റഡ് ടു പ്രൊഡ്യൂസ് 64 ബിറ്റ്. അതിനെ എൻക്രിപ്റ്റ്, അതായത് അതിലൂടെ നമുക്കൊരു 64 ബിറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് വീണ്ടും അതിനെ എൻക്രിപ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ദ 64 ബിറ്റ്സ് ഈസ് ദെൻ സെലക്റ്റഡ് ടു എസ് ബിറ്റ്സ്. എസ് ബിറ്റ്സിൽ നിന്ന് നമ്മൾ 64 ആൻഡ് ഡിസ്കാർഡ് റിമൈനിങ് 64 മൈനസ് ബിറ്റ്സ്. അപ്പോൾ എന്താ പറഞ്ഞത്? ഇങ്ങനെ എൻക്രിപ്റ്റ് ചെയ്ത് കിട്ടിയ 64 ബിറ്റിൽ നിന്ന് എസ് ബിറ്റിനെ മാത്രം സെലക്ട് ചെയ്ത് ബാക്കിയുള്ള ബിറ്റുകളൊക്കെ നമ്മൾ ഡിസ്കാർഡ് ചെയ്യും, ഒഴിവാക്കും. ദ എസ് ബിറ്റ്സ് പ്ലെയിൻ ടെക്സ്റ്റ് ഈസ് എക്സോർഡ് വിത്ത് സെലക്റ്റഡ് എസ് ബിറ്റ്സ് ടു പ്രൊഡ്യൂസ് C1. അപ്പോൾ ഇങ്ങനെ കിട്ടിയ എസ് ബിറ്റും പ്ലെയിൻ ടെക്സ്റ്റിലുള്ള എസ് ബിറ്റും നമ്മൾ സെലക്ട് ചെയ്ത് വെച്ച പ്ലെയിൻ ടെക്സ്റ്റിലുള്ള എസ് ബിറ്റും തമ്മിൽ എക്സോർ ചെയ്താൽ നമുക്ക് C1 കിട്ടും. ദ സെലക്റ്റഡ് എസ് ബിറ്റ്സ് വിൽ ബി ഗിവൻ ടു ദ നെക്സ്റ്റ് ബ്ലോക്ക് ഫോർ പ്രോസസ്സിങ്. ഈ ഇങ്ങനെ സെലക്ട് ചെയ്ത എസ് ബിറ്റാണ് പിന്നെ നമ്മൾ അടുത്ത ബ്ലോക്കിലേക്കുള്ള പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇതാണ് ഔട്ട്പുട്ട് ഫീഡ്ബാക്ക് മോഡിൻ്റെ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത ഡയഗ്രാം വന്നിട്ട് ഓപ്പറേഷൻ വന്നിട്ട് സിഫർ ഫീഡ്ബാക്ക് മോഡാണ്. അതിലെന്താ പറയുന്നത്? ഇറ്റ് ഈസ് സിമിലർ ടു ഔട്ട്പുട്ട് ഫീഡ്ബാക്ക് മോഡ്. ഔട്ട്പുട്ട് ഫീഡ്ബാക്ക് മോഡ് വർക്ക് ചെയ്യുന്നത് പോലെ തന്നെ ഉള്ള ഒരു ഓപ്പറേഷനാണ് സിഫർ ഫീഡ്ബാക്ക് മോഡിലുള്ളത്. In output feedback mode and cipher feedback mode, the algorithm used for both encryption and decryption is encryption itself. അത് നമുക്ക് ഡയഗ്രാം നോക്കുമ്പോൾ മനസ്സിലാവും. എൻക്രിപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഡീക്രിപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്ന ഓപ്പറേഷൻ എൻക്രിപ്ഷൻ തന്നെയാണ്. എൻക്രിപ്ഷനിലൂടെ തന്നെ നമുക്ക് പ്ലെയിൻ ടെക്സ്റ്റിനെയും തിരിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാം. ദ സിഫർ ടെക്സ്റ്റ് ഈസ് ടേക്കൺ ആസ് ഇൻപുട്ട് ടു ദ പ്രോസസ്സിംഗ് ഓഫ് ദി നെക്സ്റ്റ് ബ്ലോക്ക്. അടുത്ത ബ്ലോക്കിൻ്റെ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് ഇൻപുട്ടായി എടുക്കുന്നത് ഏതിനെയാണ്? സിഫർ ടെക്സ്റ്റിനെയാണ്. അപ്പോൾ നമുക്ക് ആ ഡയഗ്രാം ഒന്ന് നോക്കാം. ഇതാണ് ഡയഗ്രാം. ഡയഗ്രത്തിൽ എങ്ങനെയാണ് വന്നിട്ടുള്ളത്? ഫസ്റ്റ് ഇനീഷ്യലൈസേഷൻ വെക്റ്റർ ഉണ്ട്. അതിനെ കെ യൂസ് ചെയ്തിട്ട് എൻക്രിപ്റ്റ് ചെയ്തു. എന്നിട്ട് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ അതിലെ എസ് ബിറ്റിനെ സെലക്ട് ചെയ്തു. 64 മൈനസ് എസ് ബിറ്റിനെ ഡിസ്കാർഡ് ചെയ്തു. അതും പ്ലെയിൻ ടെക്സ്റ്റിൽ നമ്മൾ മുന്നേ സെലക്ട് ചെയ്ത് വെച്ച എസ് ബിറ്റും തമ്മിൽ എക്സോർ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി? ഒരു C1 കിട്ടി. അതാണ് ഫസ്റ്റ് സിഫർ ടെക്സ്റ്റ്. സിഫർ ടെക്സ്റ്റും എന്താണ്? എസ് ബിറ്റിലാണുള്ളത്. ആ സിഫർ ടെക്സ്റ്റാണ് അടുത്തതിലേക്ക് പോകുന്നത്. നമുക്ക് നേരത്തെ പോയിരുന്നത് എന്തായിരുന്നു? നമ്മൾ നേരത്തെ പറഞ്ഞ ഔട്ട്പുട്ട് ഫീഡ്ബാക്ക് മോഡിൽ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ച എസ് ബിറ്റായിരുന്നു അടുത്ത ബ്ലോക്കിലേക്ക് പോയത്. C1 C2 എല്ലാം മുന്നേ പോയിരുന്നത്. പക്ഷേ ഇവിടെ എന്താണ് ഇൻപുട്ടായിട്ട് പോകുന്നത്? C1 എന്നുള്ള എസ് ബിറ്റാണ് അടുത്ത ബ്ലോക്കിലേക്കുള്ള ഇൻപുട്ടായിട്ട് പോകുന്നത്. അപ്പോൾ അടുത്ത ബ്ലോക്കിലേക്ക് ഷിഫ്റ്റ് രജിസ്റ്ററിൽ പോകും. ഇതേപോലെ 64 മൈനസ് എസ് ബിറ്റ് ഉണ്ട്, എസ് ബിറ്റ്സ് ഉണ്ട്. എൻക്രിപ്റ്റ് ചെയ്യും. അതിൽ എസ് ബിറ്റ് സെലക്ട് ചെയ്യും. 64 മൈനസ് എസ് ബിറ്റിനെ ഡിസ്കാർഡ് ചെയ്യും. P2വിൽ സെലക്ട് ചെയ്ത് വെച്ച എസ് ബിറ്റും ഇങ്ങനെ കിട്ടിയ എസ് ബിറ്റും തമ്മിൽ എക്സോർ ചെയ്താൽ നമുക്ക് C2 കിട്ടും. ഈ C2 ആണ് അടുത്തതിലേക്ക് പോകുന്നത്. അതുകൊണ്ടാണ് ഇതിവിടെ നെയിം എന്തായിരുന്നു? സിഫർ ഫീഡ്ബാക്ക് മോഡ്. സിഫർ ടെക്സ്റ്റുകളാണ് പോകുന്നത്. മറ്റേത് ഔട്ട്പുട്ട് ഫീഡ്ബാക്ക് മോഡായിരുന്നു. അവിടെ ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ടാണ് പോകുന്നത്. ഇവിടെ സിഫർ ഫീഡ്ബാക്ക് മോഡ് എന്ന് പറയുമ്പോൾ സിഫർ ടെക്സ്റ്റുകളാണ് അടുത്ത ബ്ലോക്കിലേക്കുള്ള ഇൻപുട്ടുകളായിട്ട് പോകുന്നത്. ഇതിൻ്റെ നേരെ റിവേഴ്സ് ഓപ്പറേഷൻ ആയിരിക്കും ഏതിൽ നടക്കുക?
ഡീക്രിപ്ഷനിൽ നടക്കുക. പക്ഷേ അവിടെ ആ ഒരു ടെക്നിക്കിൽ നമ്മൾ ഡീക്രിപ്റ്റ് എന്നതിന് പകരം എൻക്രിപ്റ്റ് എന്നുള്ള ടേം തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അത് ഇപ്പോൾ ഡീക്രിപ്ഷൻ പ്രോസസ്സ് വന്നിട്ട് എങ്ങനെയായിരിക്കും നടക്കുക? ഇനീഷ്യലൈസേഷൻ വെക്റ്റർ എടുക്കും, അതിനെ കെ യൂസ് ചെയ്തിട്ട് എൻക്രിപ്റ്റ് ചെയ്യും, എന്നിട്ട് എന്ത് ചെയ്യും, എസ് ബിറ്റിനെ സെലക്ട് ചെയ്യും, അതേപോലെ 64 - S ബിറ്റിനെ ഡിസ്കാർഡ് ചെയ്യും. അതും നമുക്ക് കിട്ടിയ സിഫർ ടെക്സ്റ്റ് ഉണ്ടാവില്ലേ, C1, ഇത് ഡീക്രിപ്ഷൻ അല്ലേ നമ്മൾ, അതായത് നമ്മളിവിടെ ചെയ്യുന്നത് പ്ലെയിൻ ടെക്സ്റ്റിനെ തിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയ സിഫർ ടെക്സ്റ്റും ഇങ്ങനെ കിട്ടിയ എസ് ബിറ്റും തമ്മിൽ നമ്മൾ എക്സോർ ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് P1 കിട്ടും. ഈ C1നെ നമ്മൾ അടുത്ത ബ്ലോക്കിലേക്കുള്ള ഇൻപുട്ടായിട്ട് എടുക്കും, എന്നിട്ട് വീണ്ടും ഷിഫ്റ്റ് രജിസ്റ്റർ വഴി എൻക്രിപ്റ്റ് ചെയ്യും, അതിനെ എസ് ബിറ്റിനെ സെലക്ട് ചെയ്യും, 64 - S ബിറ്റിനെ ഡിസ്കാർഡ് ചെയ്യും. അതും നമുക്ക് കിട്ടിയ C2 തമ്മിൽ എന്ത് ചെയ്യും, എക്സോർ ചെയ്യുമ്പോൾ നമുക്ക് P2 കിട്ടും. ഈ C2 അടുത്തതിലേക്കുള്ള ഇൻപുട്ടായിട്ട് എടുക്കും. ഇങ്ങനെയാണ് ഇതിൻ്റെ ഡീക്രിപ്ഷൻ നടക്കുക. പക്ഷേ ഡീക്രിപ്ഷൻ ആണെങ്കിൽ കൂടി ഇവിടെ നമ്മൾ നടത്തുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് എൻക്രിപ്ഷനാണ്. അപ്പോൾ IV K യൂസ് ചെയ്തിട്ട് എൻക്രിപ്റ്റ് ചെയ്തിട്ടാണ് നമുക്ക് P1 കിട്ടുന്നത്, ഡീക്രിപ്റ്റ് ചെയ്തിട്ടല്ല. പക്ഷേ നമ്മൾ P1ന് പകരം യൂസ് ചെയ്യുന്നത് C1നെയാണ് എന്നാണ് അർത്ഥം. അപ്പോൾ നമുക്ക് കൗണ്ടർ മോഡ് പറയുമ്പോൾ അത് ഈ ഒരു ടെക്നിക്ക് എങ്ങനെയാണെന്നുള്ളത് ഒന്നും കൂടെ ഈസി ആയിട്ട് മനസ്സിലാവും. അപ്പോൾ 5ാമത്തെ മോഡ് ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് കൗണ്ടർ മോഡാണ്. കൗണ്ടർ മോഡ് എന്ന് പറഞ്ഞാൽ എ കൗണ്ടർ ഈക്വൽ ടു ദ പ്ലെയിൻ ടെക്സ്റ്റ് ബ്ലോക്ക് സൈസ് ഈസ് യൂസ്ഡ്. എത്രയാണോ പ്ലെയിൻ ടെക്സ്റ്റിൻ്റെ ബ്ലോക്ക് സൈസ് ഉള്ളത് അത്ര തന്നെ ഈക്വൽ ആയിട്ടുള്ള ലെങ്തി ആയിട്ടുള്ള ഒരു കൗണ്ടർ വാല്യൂ നമ്മൾ ഇതിൽ യൂസ് ചെയ്യും. ഓരോ പ്ലെയിൻ ടെക്സ്റ്റ് ബ്ലോക്കിനും ഡിഫറെൻറ്റ് കൗണ്ടർ വാല്യൂ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എൻക്രിപ്ഷന് വേണ്ടിയിട്ട്. ആദ്യം നമ്മൾ കൗണ്ടറിന് ഒരു സെറ്റ് ഓഫ് വാല്യൂ ആക്കിയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ സെറ്റ് ചെയ്യുക, ഒരു സം വാല്യൂ, ഒരു മാത്തമാറ്റിക്കൽ ഒരു വാല്യൂ ആക്കിയിട്ട് നമ്മൾ സെറ്റ് ചെയ്യും. എന്നിട്ട് ഓരോ ബ്ലോക്ക് വരുമ്പോഴും ഈ വാല്യൂവിനെ അങ്ങനെ ഇൻക്രിമെൻ്റ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ഫോർ എൻക്രിപ്ഷൻ ദ കൗണ്ടർ ഈസ് എൻക്രിപ്റ്റഡ് ആൻഡ് എക്സോർഡ് വിത്ത് പ്ലെയിൻ ടെക്സ്റ്റ് ടു പ്രൊഡ്യൂസ് സിഫർ ബ്ലോക്ക്. അപ്പോൾ എൻക്രിപ്റ്റ് നടക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കുക. ആദ്യം കൗണ്ടർ 1, അതൊരു സെറ്റ് ഓഫ് വാല്യൂ നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത് വെച്ചതാണ്. ആ വാല്യൂ K യൂസ് ചെയ്തിട്ട് എൻക്രിപ്റ്റ് ചെയ്തു, പ്ലെയിൻ ടെക്സ്റ്റുമായിട്ട് എക്സോർ ചെയ്താൽ C1 കിട്ടും. പിന്നെ അടുത്ത ബ്ലോക്കിന് അടുത്ത കൗണ്ടർ വാല്യൂ ഇക്കാരം ഇൻക്രിമെൻറ്റഡ് ബൈ 1 എന്ന് പറഞ്ഞു. അപ്പോൾ അത് കൗണ്ടർ 2 K യൂസ് ചെയ്തിട്ട് എൻക്രിപ്റ്റ് ചെയ്തു, P2മായിട്ട് എക്സോർ ചെയ്തപ്പോൾ C2 കിട്ടി. അങ്ങനെ ലാസ്റ്റ് കൗണ്ടർ N Kയുമായിട്ട് എൻക്രിപ്റ്റ് ചെയ്തു, PNുമായിട്ട് എക്സോർ ചെയ്തപ്പോൾ CN നമുക്ക് കിട്ടി. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കുക, ഇതിലൊരു ചെയിനിങ് റിയാക്ഷൻ ഇല്ല. മുന്നേക്കെ എന്ന് പറഞ്ഞാൽ ചെയിനിങ് റിയാക്ഷൻ ഉണ്ടായിരുന്നു. കാരണം മുന്നത്തെ സ്റ്റെപ്പിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ടാണ് അടുത്ത ബ്ലോക്കിലേക്കുള്ള ഇൻപുട്ടൊക്കെ ആയിട്ട് പോയിരുന്നത്. അതാണ് ഈ ചെയിൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ എന്തില്ല, ഒരു ചെയിൻ റിയാക്ഷൻ കൗണ്ടർ മോഡിൽ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഇതാണ് എൻക്രിപ്ഷൻ. ഇതേ കാര്യം ഡീക്രിപ്ഷനിൽ വരുമ്പോൾ നോക്കുക, കൗണ്ടർ 1നെ K വെച്ചിട്ട് എൻക്രിപ്റ്റ് ചെയ്തു, അതും നമുക്ക് കിട്ടിയ സിഫർ ടെക്സ്റ്റും തമ്മിൽ എക്സോർ ചെയ്തപ്പോൾ P1 കിട്ടി. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ച് നോക്കൂ, ഇവിടെ നമ്മൾ ഡീക്രിപ്ഷൻ ആണ് നടത്തുന്നത്. പക്ഷേ ശരിക്കും പ്ലെയിൻ ടെക്സ്റ്റിനെ ഡീക്രിപ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ യൂസ് ചെയ്ത ടെക്നിക്ക് ഏതാണ്, എൻക്രിപ്ഷനാണ്. ഇതേ രീതിയിലാണ് നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ നമ്മളെ സിഫർ ഫീഡ്ബാക്ക് മോഡിലും യൂസ് ചെയ്യുന്നത്. കാരണം എൻക്രിപ്ഷനിലൂടെ നമ്മൾ എന്ത് ചെയ്യാണ്, സിഫർ ബ്ലോക്കിനെ ഡീക്രിപ്റ്റ് ചെയ്ത് പ്ലെയിൻ ടെക്സ്റ്റ് ആക്കി മാറ്റുകയാണ്. അപ്പോൾ C1 K യൂസ് ചെയ്തിട്ട് എൻക്രിപ്റ്റ് ചെയ്തു, കൗണ്ടർ 1നെ K യൂസ് ചെയ്തിട്ട് എൻക്രിപ്റ്റ് ചെയ്തു, C1ഉം ഈ എൻക്രിപ്റ്റ് ചെയ്തും എക്സോർ ചെയ്തപ്പോൾ P1 കിട്ടി. കൗണ്ടർ 2നെ വീണ്ടും K യൂസ് ചെയ്ത് എൻക്രിപ്റ്റ് ചെയ്തു, C2ഉം ഈ വന്ന എൻക്രിപ്റ്റ് ചെയ്ത് കിട്ടിയ ടെക്സ്റ്റും തമ്മിൽ എക്സോർ ചെയ്തപ്പോൾ P2 കിട്ടി. അങ്ങനെ നമ്മൾ PN വരെ കണ്ടെത്തി. ഇങ്ങനെ മൊത്തം കമ്പൈൻ ചെയ്താൽ നമുക്ക് പ്ലെയിൻ ടെക്സ്റ്റ് എന്താണെന്നുള്ളത് റിസീവർക്ക് മനസ്സിലാക്കാം. ഇതാണ് ഡീക്രിപ്ഷൻ പ്രോസസ്സ്. അപ്പോൾ ഇങ്ങനെ 5 മോഡ്സ് ഓഫ് ഓപ്പറേഷൻസ് ആണ് നമ്മൾ സിഫർ ബ്ലോക്ക് മോഡ്സ് ഓഫ് ഓപ്പറേഷൻ ആയിട്ട് പറയുന്നത്. ഇലക്ട്രോണിക് കോഡ് ബുക്ക് മോഡ് ECB, സിഫർ ബ്ലോക്ക് ചെയിനിങ് മോഡ് CBC, ഔട്ട്പുട്ട് ഫീഡ്ബാക്ക് മോഡ് OFB, സിഫർ ഫീഡ്ബാക്ക് മോഡ് CFB, കൗണ്ടർ മോഡ്. അപ്പോൾ ഇങ്ങനെ 5 അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ ഈ കൗണ്ടർ മോഡിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് നമുക്ക് അടുത്ത് പറയുന്നത്. ഒന്നുമില്ല, ഹാർഡ്വെയർ എഫിഷ്യൻസി കൂട്ടും, സോഫ്റ്റ്വെയർ എഫിഷ്യൻസി കൂട്ടും, പ്രീ പ്രോസസ്സിങ് ഈസിയാക്കും, റാൻഡം ആക്സസിങ് ഈസിയാക്കും, പിന്നെ അതേപോലെ പ്രോവബിൾ സെക്യൂരിറ്റി മാക്സിമം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ സിമ്പിളാണ്, നമുക്കറിയാം സിമ്പിളാണ്.
അപ്പോൾ എന്നാലും മാക്സിമം സെക്യൂരിറ്റി പ്രൊഡ്യൂസ് ചെയ്യണമൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസും പറയുന്നത്. അപ്പോൾ ഇതോടുകൂടി നമ്മളെ ക്രിപ്റ്റോഗ്രഫിയുടെ ഫസ്റ്റ് മൊഡ്യൂൾ എന്താവും, കംപ്ലീറ്റ് ആയി. താങ്ക് യു.